Hello, this is Python Malayalam. Python Malayalamത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ മെത്തേഡ് ഓവർറൈഡിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മെത്തേഡ് ഓവർറൈഡിങ്. ഓക്കെ, നമുക്കൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. എന്താണ് മെത്തേഡ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇത് ഒരു ക്ലാസ് മെത്തേഡാണ്. ഈ മെത്തേഡിൽ നമ്മൾ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് നൽകുന്നത്. നമുക്ക് ടീച്ചർ ക്ലാസ്സിൽ തന്നെ ഒരുപാട് സബ് ക്ലാസ്സുകൾ ഉള്ളതായിട്ട് അറിയാം. ബയോളജി ടീച്ചർ എന്ന് പറയുന്നത് ടീച്ചർ ക്ലാസ്സിൻ്റെ തന്നെ മറ്റൊരു സബ് ക്ലാസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ സുവോളജി ക്ലാസ്, സുവോളജി ടീച്ചേഴ്സ്, ഇംഗ്ലീഷ് ടീച്ചേഴ്സ്, അങ്ങനെ നിരവധി സബ്ജക്റ്റുകൾക്ക് നിരവധി ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അതൊക്കെ ഓരോരോ ക്ലാസ് ആയിട്ട് നമുക്കതിൽ ആഡ് ചെയ്യാം. ഇംഗ്ലീഷ് ടീച്ചർ, മലയാളം ടീച്ചർ, ഇവരൊക്കെ വ്യത്യസ്തമായ സബ് ക്ലാസ്സുകളാണ്. കാരണം എന്താണ്, ബയോളജി ടീച്ചേഴ്സ് എല്ലാം പഠിപ്പിക്കുന്നത് ബയോളജി ആയിരിക്കും, സുവോളജി ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് സുവോളജി ആയിരിക്കും, ഇംഗ്ലീഷ് ടീച്ചർ ഇംഗ്ലീഷും, മലയാളം ടീച്ചർ മലയാളമാണ് പഠിക്കുക. വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ ഉള്ളതുകൊണ്ട് അവയ്ക്ക് ഓരോ വ്യത്യസ്തമായ ക്ലാസ്സുകളാണ്. അതേസമയം അവരെല്ലാവരും ടീച്ചേഴ്സ് കാറ്റഗറി ആയതുകൊണ്ട് അവരെല്ലാം ടീച്ചർ ക്ലാസ്സിൻ്റെ സബ് ക്ലാസ്സുകളാണ്. നമുക്കിത് റൺ ചെയ്യാം. ഇനി ഞാനൊരു ടീച്ചർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ടീച്ചർ അനിലിനോട് പോയി പഠിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അനിൽ പോയി പഠിപ്പിക്കും അല്ലേ. ഓക്കെ, സുനിൽ എന്ന് പറയുന്ന ഒരു ബയോളജി ടീച്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. സുനിലിനോടും നമ്മൾ പോയി പഠിപ്പിക്കാൻ പറഞ്ഞാൽ സുനിലും ടീച്ചിങ് എന്നാണ്. പക്ഷെ നമുക്കറിയാം സുനിൽ എന്ന് പറയുന്നത് ബയോളജി ടീച്ചറാണ്. ബയോളജി ടീച്ചർ പഠിപ്പിക്കേണ്ടത് ബയോളജിയാണ്. സുവോളജി ടീച്ചർ, ഇംഗ്ലീഷ് ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചർ, അതുകൊണ്ട് ഇംഗ്ലീഷാണ് പഠിപ്പിക്കേണ്ടത്. നമ്മുടെ സ്റ്റാഫ് റൂമിൽ ടീച്ചേഴ്സ് എല്ലാവരും ഇരിക്കുക. പ്രിൻസിപ്പൾ പോയിട്ട് ബയോളജി ടീച്ചർ നിങ്ങൾ ബയോളജി പഠിപ്പിക്കും, സുവോളജി ടീച്ചർ നിങ്ങൾ പോയി സുവോളജി പഠിപ്പിക്കൂ, ഇംഗ്ലീഷ് ടീച്ചർ ഇംഗ്ലീഷ് പഠിപ്പിക്കൂ എന്ന് പറയുമോ? ഇല്ല, എല്ലാവരോടും ഒരൊറ്റ വർത്താനം പറയാം, പോയി പഠിപ്പിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഓരോ ടീച്ചേഴ്സും അവരുടേതായിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്നു. എല്ലാവരോടും ഒരേ മെത്തേഡാണ് പ്രിൻസിപ്പൽ സ്വീകരിക്കുന്നത്, പോയി പഠിപ്പിക്കുക. ഓക്കെ, അതെങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും പ്രോഗ്രാമിക്കലി? ഈ മെത്തേഡ് നമ്മൾ ഓരോ സബ് ക്ലാസ്സിലും വീണ്ടും മാറ്റിയെടുക്കും. അതിനെയാണ് എന്ത് പറയുന്നത്, മെത്തേഡ് ഓവർറൈഡിങ് എന്ന് പറയുന്നത്. ബയോളജി ടീച്ചറിൽ ഇതേ ടീച്ച് മെത്തേഡ് നമ്മൾ അതേ പേരിൽ തന്നെ വീണ്ടും എഴുതുകയാണ്. പക്ഷെ അതിൻ്റെ കോഡിൽ മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, പേര് അത് തന്നെയാണ്, മെത്തേഡിൻ്റെ പേര് അതാണ്. പക്ഷെ മെത്തേഡിനെ നമ്മൾ ഓവർറൈഡ് ചെയ്തിരിക്കുന്നു. സെയിം ഫങ്ഷൻ മെത്തേഡ് എല്ലാ ഗ്രൂപ്പിലും ഉള്ളത്, പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ആഡ് ചെയ്ത് മെത്തേഡുകൾക്ക് വ്യത്യാസമുണ്ട്. ഇനി അനിൽ നമ്മൾ ബയോളജി ടീച്ചറാക്കി. അനിലിനോട് നമ്മൾ പോയി പഠിപ്പിക്കാൻ പറയുന്നു, അനിൽ ടീച്ചിങ് ബയോളജി. സുനിൽ നമ്മൾ ഇംഗ്ലീഷ് ടീച്ചറാക്കി പോയിന്റ് ചെയ്തു. ഓക്കെ, സോറി, സുനിൽ പോയി പഠിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, സുനിൽ ഡോട്ട് ടീച്ച്, സുനിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. അങ്ങനെ ആരും അങ്ങനെ തന്നെ നമ്മൾ ഏത് കാറ്റഗറിയാണോ അപ്ലൈ ചെയ്യുന്നത് ആ കാറ്റഗറിയിലെ ടീച്ച് ഫംഗ്ഷൻ ഏതാണോ ആ ഫംഗ്ഷനെയാണ് കോൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പാരന്റ് ക്ലാസ്സിലും ചൈൽഡ് ക്ലാസ്സിലും ഒരുപോലെ ഒരേ പേരിലുള്ള മെത്തേഡുകളുണ്ട്. അങ്ങനെ പാരന്റ് ക്ലാസ്സിൽ ഒരു മെത്തേഡിനെ ചൈൽഡ് ക്ലാസ്സിൽ മാറ്റി എഴുതുന്നതിനെയാണ് എന്ത് പറയുന്നത്, മെത്തേഡ് ഓവർറൈഡിങ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. മെത്തേഡ് ഓവർറൈഡിങ് എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്, മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല. സെയിം മെത്തേഡ് പാരന്റിലും ചൈൽഡിലും എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ അവിടെ ഒരു മെത്തേഡ് ഓവർറൈഡിങ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ,
ഇനി മറ്റൊരു കാര്യം, മെത്തേഡുകളെ കോൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ലളിതമായ മറ്റൊരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ക്ലാസ് ആനിമൽ, ഫൈൻഡ് മൂവ്. മൂവ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്, മൂവിങ്. അതുപോലെ തന്നെ ഡിഫൈൻ ഈറ്റ് ഫുഡ് എന്ന് പറയുന്ന മറ്റൊരു മെത്തേഡ്. ഇത് ഒരു ക്ലാസ്സിലെ രണ്ട് മെത്തേഡുകളാണ്. നമ്മൾ ഇവിടെ ഒരു ജിറാഫിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ജിറാഫ് ആനിമലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ റണ്ണ് ചെയ്യുന്നു. അപ്പോൾ ജിറാഫിനോട് നമ്മൾ മൂവ് ചെയ്യാൻ പറയുന്നു. ജിറാഫ് ഇസ് മൂവിങ്. ജിറാഫിനോട് നമ്മൾ ഈറ്റ് ഫുഡ് പറയുമ്പോൾ ജിറാഫ് ഈറ്റ് ചെയ്യുന്നു. ഓക്കെ, സിമ്പിൾ. നമ്മൾ വേറൊരു മെത്തേഡ് ആഡ് ചെയ്യാം, അഥവാ ഫൈൻഡ് ഫുഡ്. മറ്റൊരു മെത്തേഡാണ്. പക്ഷേ ഈ മെത്തേഡിൻ്റെ ഉള്ളിൽ നമ്മൾ വേറൊരു മെത്തേഡിനെ കോൾ ചെയ്യുക. പോയി ഭക്ഷണം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും? ആദ്യം മൂവ് എന്ന് പറയുന്ന ഫംഗ്ഷൻ പറഞ്ഞു. ഓക്കെ, ഈ ഫംഗ്ഷനിലേക്ക് നമ്മൾ കയറി. അത് കഴിഞ്ഞിട്ട് അത് ഈറ്റ് ഫുഡ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഫംഗ്ഷനിൽ കയറി. പക്ഷെ ആര് പോയി ആര് ഭക്ഷണം കഴിക്കുന്നു? ആരാണ് പോകുന്നത്? സെൽഫ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ് പോകുന്നത്. സെൽഫ് ഡോട്ട് മൂവ്, സെൽഫ് ഡോട്ട് ഈറ്റ് ഫുഡ്. ഓക്കെ, നമ്മളൊന്ന് റൺ ചെയ്യാം. നമ്മൾ ജിറാഫിനോട് എന്ത് പറഞ്ഞു? ഫൈൻഡ് ഫുഡ്. ഭക്ഷണമൊക്കെ താൻ തന്നെ കണ്ടെത്തിക്കോ. കണ്ടോ? മൂവിങ്, ഈറ്റിംഗ് ഫുഡ്. അപ്പോൾ എന്ത് ചെയ്തു? ഫൈൻഡ് ഫുഡ് എന്ന് പറയുന്ന മെത്തേഡിൽ പോയപ്പോൾ സെൽഫ് ഡോട്ട് മൂവ് എന്ന ഫംഗ്ഷനെ മെത്തേഡിനെ അത് കോൾ ചെയ്തു. അപ്പോൾ ആദ്യം ഈ മെത്തേഡിൽ പോയി മൂവിങ് ചെയ്തു. പിന്നെ വീണ്ടും ഈറ്റ് ഫുഡ് എന്ന മെത്തേഡ് നമ്മൾ കോൾ ചെയ്തു, ഈറ്റിംഗ് ഫുഡ്. അപ്പോൾ ഒരു മെത്തേഡിൻ്റെ ഉള്ളിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്നും മറ്റൊരു ഫംഗ്ഷൻ നമുക്ക് കോൾ ചെയ്യാവുന്നതാണ്. നമുക്കൊന്നുകൂടി ട്രൈ ചെയ്യാം. ജിറാഫിനെ ഗെറ്റ് ഔട്ട് അടിച്ചു. അപ്പോൾ സെൽഫ് ഡോട്ട് ഫൈൻഡ് ഫുഡ് എന്ന് പറയുന്ന മെത്തേഡിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ സെറ്റ് ചെയ്തു. അഥവാ ഗെറ്റ് ഔട്ട് അടിച്ചു കഴിഞ്ഞാൽ ഫൈൻഡ് ഫുഡ് പറഞ്ഞ ഈ മെത്തേഡിൽ പോകും. ഇത് പോയി കഴിഞ്ഞാൽ ഇതിൽ പോവും. പിന്നെ അത് കംപ്ലീറ്റ് റൺ ചെയ്ത റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ജിറാഫ് ഡോട്ട് ഗെറ്റ് ഔട്ട്. കണ്ടോ? മൂവിങ്, ഈറ്റിംഗ് ഫുഡ്. നേരെ ഫൈൻഡ് ഫുഡ് എന്ന മെത്തേഡ് കോൾ ചെയ്തു. അതിനുള്ളിൽ നിന്ന് ഈ രണ്ട് മെത്തേഡുകൾ റൺ ചെയ്തു. സോ ഒരു ഫംഗ്ഷനുകളിൽ നിന്നും നിങ്ങൾക്ക് മറ്റു ഫംഗ്ഷനുകളെ, ഒരു മെത്തേഡിനുള്ളിൽ നിന്നും മറ്റു മെത്തേഡുകളെ നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നത് ഈ രൂപത്തിലാണ്. സെൽഫ് എന്ന് പറയുന്ന ഈ കീവേഡ് മറക്കരുത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. പൈത്തൺ മലയാളം ട്യൂട്ടോറിയലുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി വീഡിയോകൾ ഷെയർ ചെയ്യുമല്ലോ. കൂടുതൽ വീഡിയോകളുമായി തീർച്ചയായും ഞാൻ വരിക തന്നെ ചെയ്യും. അതുവരെ ഗുഡ് ബൈ.